അന്ന് 30 വയസ്സായ അനന്തരവൾക്ക് മാലയോഗം ഉണ്ടായതിന്റെ ആനന്ദം അങ്ങ് അനുഭവിക്കുമ്പോൾ 30 വയസ്സുകാരനായ മകന്റെ മനസ്സിൽ മാലയോഗമില്ലാതെ പിഴച്ചു പറ്റൊരു അമ്മയുടെ ചിത്രമായിരുന്നു. ഫസ്റ്റ് ക്ലാസ്സിൽ ബികോം പാസ്സായ അനന്തരവൾക്ക് അങ്ങ് ലക്ഷങ്ങളുടെ മാരുതിക്കാർ വാഗ്ദാനം ചെയ്യുമ്പോൾ എന്റെ മനസ്സിൽ മകനൊരു മാസത്തെ ഫീസിന് വേണ്ടി അടുക്കള പണിയെടുക്കുന്ന അമ്മയുടെ മുഖമായിരുന്നു. ഇതുവരെ സമൂഹം തന്തയില്ലാത്തവരെന്ന് വിളിച്ചു, കാർക്കിച്ച് തുപ്പി, സഹിച്ചു. തറവാട്ടിലെ കുട്ടികളും വിളിച്ചു, അതും സഹിച്ചു. അങ്ങയുടെ നാവിന്നും അത് കേട്ടാ ഞാൻ സഹിക്കണോ? സർവജ്ഞനല്ലേ, പറയൂ. 100% തെറ്റ് എന്റേതാണ്. തിരുത്താം. രാമനാഥ, നിനക്ക് നിന്റെ അമ്മയ്ക്കും ജീവിക്കാനുള്ളതെല്ലാം ഞാൻ തരാം. നിങ്ങൾക്ക് ഞാനുണ്ടാവും. പക്ഷേ ആരും അറിയരുതല്ലേ. അമ്മമ്മ എന്താ പറഞ്ഞത്? മകനാണെന്നറിയുമ്പോ വാരി പുണരും, അഭിമാനിക്കും. ഇപ്പൊ എന്താ ഉണ്ടായേ? മിനിറ്റിന് 100 വട്ടം ഭഗവത്ഗീതയിലെ സൂക്തങ്ങളും മഹാന്മാരുടെ വചനങ്ങളും മുതിർന്നു വീഴുന്ന നാവിന്ന് ഇത്ര ഹീനമായൊരു വാക്ക്. വീട്ടുകാർക്കും നാട്ടുകാർക്കും പണ്ഡിതനും മഹാനുമായ പയ്യാരത്ത് പത്തനാവൻ നായർ വെറും ഒരു കള്ള നാണയമാ. യു ആർ എ ഹിപ്പോക്രാറ്റ്. മോനെ, അരുത്, എന്നെ അങ്ങനെ വിളിക്കരുത്. നീ എന്നെ ധർമ്മസങ്കടത്തിലാക്കുന്നു. പരസ്യമായി നിന്നെ മകനായി അംഗീകരിച്ചാലുള്ള ഭവിഷ്യത്ത്. ആകാശം ഇടിഞ്ഞു വീഴുവൊന്നുമില്ല, പ്രളയം ഉണ്ടാവില്ല. ഇതെന്റെ മകനാണെന്ന് പത്മനാഭൻ നായർ പറഞ്ഞ പ്രപഞ്ചത്തിന് യാതൊരു മാറ്റവും ഉണ്ടാവില്ല. പകരം മൂടി വെച്ചൊരു സത്യം വയസ്സുകാലത്ത് തുറന്നു പറഞ്ഞതിന്റെ സംതൃപ്തിയെങ്കിലും ഉണ്ടാവും.